ഹായ് എവരിവൺ, ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആവറേജ് ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കുക. നമ്മൾ സാധാ ബേസിക് മെത്തേഡിൽ എല്ലാ നമ്പേഴ്സും, ഇപ്പോൾ 5 നമ്പേഴ്സാണ്, എല്ലാ നമ്പേഴ്സും കൂട്ടി നോക്കിയിട്ട് ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡീവിയേഷൻ മെത്തേഡാണ്. എങ്ങനെയാണ് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക. സോ ഈ വീഡിയോയിൽ ഡീവിയേഷൻ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, പ്ലസ് ഒരു PSC, SSC, റെയിൽവേ ഇങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു തരത്തിലുള്ള ക്വസ്റ്റ്യൻ്റെ കംപ്ലീറ്റ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം. വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ അതിനെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ 1 or 2 സ്റ്റെപ്സിന് ഉള്ളിൽ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും എന്ന് ഈ വീഡിയോയിൽ നല്ല വ്യക്തമായിട്ടും കൃത്യമായിട്ടും എളുപ്പത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഡീവിയേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് 720, 725, 728, 726 ആൻഡ് 716. സോ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് കണ്ടുപിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നമ്പറും ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ട്, 1 2 3 4 5 ഇങ്ങനെയാണ് നമ്മൾ സാധാ ചെയ്യാറുള്ളത്. പക്ഷേ ഡീവിയേഷൻ മെത്തേഡ് കുറച്ചുകൂടെ സിമ്പിളാണ്, എളുപ്പമാണ്. സോ നമുക്കിവിടെ നമുക്ക് ഒരു നമ്പർ എടുക്കണം. ഏത് നമ്പർ എടുക്കാം? ഒന്നെങ്കിൽ ഇതിനുള്ളിലത്തെ നമ്പർ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്നിട്ടുള്ള ഏതെങ്കിലും നമ്പർ എടുക്കാം. സോ എൻ്റെ ഒരു കൺവീനിയൻസിന് ഞാൻ 720 നമ്പറാക്കി എടുത്തു. സോ 720 നമ്പറാക്കി എടുക്കുമ്പോൾ 720 വെച്ചിട്ട് 720 എത്രയാണ്? 0 ആണ്. 720 കമ്പയർ ചെയ്യുമ്പോൾ 720 എത്രയാണ്? 0 ആണ്. 0 കുറവുമല്ല കൂടുതലുമല്ല. 720 കമ്പയർ ചെയ്യുമ്പോൾ 725 എന്താണ്? കൂടുതലാണ്. എത്ര കൂടുതലാണ്? പ്ലസ്. എത്ര കൂടുതൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിളാണ് പ്ലസ്. സോ എത്ര കൂടുതലാണ്? 720 അപേക്ഷിച്ചിട്ട് 725 എത്ര കൂടുതലാണ്? 5 കൂടുതലാണ്. സോ +5. ഇനി അടുത്ത 720 അപേക്ഷിച്ചിട്ട് 728 എത്ര കൂടുതലാണ്? +8. 8 കൂടുതലാണ്. 720 അപേക്ഷിച്ച് 8 കൂടുതലാണ്. 720 അപേക്ഷിച്ചിട്ട് എത്ര കൂടുതലാണ്? 726. 6 കൂടുതൽ. 720 +6 ആണ് 726. ഇങ്ങനെ ചെയ്യുക. പിന്നെ ഇവിടെ 720 അപേക്ഷിച്ചിട്ട് കുറവാണോ കൂടുതലാണോ? 716 കുറവാണ്. എത്ര കുറവാണ്? 4 കുറവാണ്. 720 അപേക്ഷിച്ച് 4 കുറവാണ്. കുറവിൻ്റെ സിമ്പിൾ നമ്മളെപ്പോഴും ഇടുന്നത് മൈനസിലാണ്, -4. 4 കുറവ്, അതുകൊണ്ട് 4 ഇട്ടു. ഹോൾ ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5. ദാറ്റ് ഇസ് സെയിം. സോ 5 ഇവിടെ എഴുതുക. നമുക്ക് ഇത് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതെന്താ ഒന്നും തിരിവില്ല. പക്ഷേ നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ, എവറേജിന് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏക മെത്തേഡ് നമുക്ക് ഡീവിയേഷനായിട്ട് പറയാം. സോ ഇത്ര വരെ കിട്ടിയല്ലോ. ഇസ് ഈക്വൽ ടു 7 + 8 എത്രയാണ്? 13 ആണ്. 13 + 6 എത്രയാണ്? 19 ആണ്. ഞാനിത് 2 സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ടഫായി തോന്നുകയില്ല. അതുകൊണ്ടാണ് 2 സ്റ്റെപ്പ് ചെയ്യുന്നത്. പിന്നെ അടുത്ത സ്റ്റെപ്പ് മുതൽ നമ്മൾ ഈസി ആയിട്ട് വേഗം തന്നെ ചെയ്യും. സോ 0 + 5 5 ആണ്. 0 + 5 എത്രയാണ്? 5. 5 + 8 13. 13 + 6 19. 19 4 മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 5. 19 4 മൈനസ് ചെയ്താൽ 15 ആണ് അല്ലേ? 19 4 മൈനസ് ചെയ്യുമ്പോൾ 15 ആണ്, ഡിവൈഡഡ് ബൈ 5. 15 ഡിവൈഡ് ബൈ 5 നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്? 3 ആണ്. 5 എത്ര പ്രാവശ്യം പോകും? 15, 3 പ്രാവശ്യം. സോ 3 ആണ്. നമുക്ക് എങ്ങനെ കിട്ടിയ? പ്ലസ്സിലാണ് കിട്ടിയത്, മൈനസ് അല്ല ഇവിടെ കിട്ടിയത്. മൈനസ് ചെറുതാണ്, കുറവാണ്. പ്ലസ് ആണ് കൂടുതൽ. പ്ലസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പ്ലസ് ഇടണമെന്ന് ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ പ്ലസ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പം +3 ആണ്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എന്താണോ നമ്മൾ കണക്കാക്കിയത്, ഏതാണോ നമ്പർ നമ്മൾ കണക്കാക്കിയത് അതിനോട് എത്ര കൂട്ടണം? 3 കൂട്ടിയാൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. എത്ര എളുപ്പമാണ്? 723 വുഡ് ബി ദ ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, 720 is the average of these numbers. മെത്തേഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്തൊരു ടൈപ്പ്, എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് പോകാം. ഇത് നമുക്ക് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കാം? ഏതെങ്കിലും ഒരു നമ്പറിനെ എടുക്കുക. തൽക്കാലം ഞാൻ 615 എടുക്കാം. നിങ്ങൾക്ക് വേണം 600 എടുക്കാം, 603 എടുക്കാം, 680 എടുക്കാം. ഇതിൻ്റെ അടുത്തുള്ള വേണം 650 എടുക്കാം. പക്ഷേ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് 615 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഏത് നമ്പർ എടുത്താലും നമുക്ക് ആവറേജ് സെയിം തന്നെയായിട്ട് കിട്ടുക. ഇപ്പോൾ 615 എടുത്താലും ഇതിൻ്റെ ആവറേജ് എങ്ങനെയാണോ നമ്മൾ ഏത് നമ്പർ വെച്ചിട്ടാണോ ചെയ്യുന്നത് ആ നമ്പർ തന്നെയാണ് കിട്ടുക. ആവറേജിന് ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാവില്ല. ഇവിടെ 720 പകരം 725 ആണ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ -2 ആയിരിക്കും വരിക. +3 പകരം -2 ആയിരിക്കും. 725 - 2 would be 723. 723 എന്ന് പറയുന്ന നമ്പറിന് ഒരു മാറ്റം ഉണ്ടാവില്ല. സോ നമുക്ക് ഇതിലേക്ക് കിടക്കാം. 615 നമ്മൾ എടുക്കുന്നത് 615 ആണ് നമ്മൾ എടുക്കുന്ന നമ്പർ. 615 615 എത്ര പ്രാവശ്യം പോകും? 0. പ്ലസ് 615 618 എത്ര പ്രാവശ്യം പോകും? 3. പ്ലസ് 17 എത്ര പ്രാവശ്യം? 617 എത്ര പ്രാവശ്യം? 2. 603 എത്ര പ്രാവശ്യം പോകും? 615 കമ്പയർ ചെയ്യുന്ന സമയത്ത് 12 കുറവാണ്. 615 - 12 would be 603. സോ -12. സോ 615 622 എത്ര പ്രാവശ്യം പോകും? 7 ടൈംസ്. +7 ആണ്. 615 മുകളിലാണ് 622.
ഏറ്റവും കൂടിയ നമ്പറാണ്, അതുകൊണ്ടാണ് പ്ലസ് ഇട്ടുന്നത്. കുറഞ്ഞ നമ്പർ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ടത്. 603 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 1 2 3 4 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0 + 3 + 2 എത്രയാണ്? നമുക്ക് പ്ലസിനെല്ലാം കൂടിയിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. പ്ലസിനെല്ലാം കൂടിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. മൈനസിൻ്റെ സൈഡിലേക്ക് വെക്കാം. അങ്ങനെയും ചെയ്യാമല്ലോ നമുക്ക്, മൈനസിൻ്റെ സൈഡിലേക്ക് വെക്കാം. അല്ലെങ്കിൽ ഏത് രീതിയിൽ ചെയ്താലും പ്രശ്നമില്ല. അപ്പം പ്ലസിനെല്ലാം കൂടിയിട്ട് ആദ്യം ചെയ്യുക. 0 + 3 3 ആണ്. 3 + 2 5 ആണ്. 5 -12 ഞാൻ ഉദ്ദേശിക്കുന്നത് 5 + 7 ചെയ്യുന്നതാണ്. 5 + 7 എത്രയാണ്? 12 ആണ്. -12 ഇപ്പുറത്ത് നോക്കുക. -12 12 - 12 ഡിവൈഡ് ബൈ 5. സോ 12 - 12 എത്രയാണ്? 0 ആണ്. 0 ഡിവൈഡ് ബൈ 5. എനി നമ്പർ which is divided by 0 or if a number is dividing 0, the quotient would be always 0. So 5 ഡിവൈഡ് ബൈ 0 ആണെങ്കിലും ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും 0നെ കൊണ്ടാണോ ചെയ്യുന്നത് അത് 0 ആയിരിക്കും. സോ 0 എന്ന അതിൻ്റെ അർത്ഥം എന്താണ്? 615നോട് 0 കൂട്ടുക അല്ലെ കുറക്കുക, എന്ത് ചെയ്താലും 615 തന്നെയാണ് ആൻസർ കിട്ടും. 615 വുഡ് ബി ദ ആവറേജ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടിയിട്ട് ബേസിക് മെത്തേഡിൽ പ്ലസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 5 ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. PSCക്കും UPSC CSC എക്സാമിനെല്ലാം സ്ഥിരമായി, ഈ ബാങ്കിങ് ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ ഏത് എക്സാമിനായാലും സ്ഥിരമായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ്. 1 മാർക്ക് എന്തായാലും ഷുവർ ഉറപ്പിക്കാൻ ചാൻസ് ഉള്ള, മാക്സിമം 1 മാർക്കിന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് ഇതെങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. സോ ഇതിന് എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 11 players ഇൻ ദ ടീം ഈസ് 90 kg. ഒരു 11 കളിക്കാരുള്ള ഒരു ടീമിൻ്റെ ആവറേജ് വെയിറ്റ് 90 ആണ്. മലയാളത്തിലാണ് PSCയിൽ ചോദിക്കുമെങ്കിലും അല്ലെ SSC ഏത് രീതിയിലാണെങ്കിലും ഇങ്ങനെയാണ് ചോദ്യം വരിക. വെൻ ദ വെയിറ്റ് ഓഫ് ദ കോച്ചിൻ്റെ വെയിറ്റും കൂടെ ആഡ് ചെയ്തപ്പോൾ ആവറേജ് വെയിറ്റ് എത്ര കൂടി? 1 കിലോ കൂടി. സോ വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് കോച്ച്? അപ്പം 11 പ്ലെയറിലുള്ള ഒരു ടീമായിരുന്നു. അപ്പം നമ്മളെ കോച്ചും കൂടെ വന്നപ്പം ആവറേജ് വെയിറ്റ് എന്തായി? കൂടി. ആവറേജ് വെയിറ്റ് 1 കിലോ ആയിട്ട് കൂടി. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ് ഓഫ് കോച്ചാണ്. ഇപ്പം കോച്ചിൻ്റെ വെയിറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. അത് ജസ്റ്റ് ഒരു സിമ്പിൾ ഫോർമുലയാണ്, അത് ആഡ് ചെയ്യണം. ന്യൂ പുതിയ മെമ്പർ ഈസ് ഈക്വൽ ടു ഓൾഡ് പ്ലസ് ഓർ മൈനസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻറ്റു ഫൈനൽ മെമ്പർ. ഇത്രയും വലിയ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ പഠിക്കൊന്നും വേണ്ട, ഇത് എളുപ്പമാണ്. ന്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ആവറേജ് ആയിക്കോട്ടെ, പുതിയ വെയിറ്റ് ആയിക്കോട്ടെ, പുതിയ ആൾ വന്നപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്നാണ്. അത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്നാണ്. O എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾഡ് ആവറേജ്, പണ്ടത്തെ ആവറേജ് എത്രയാണ്? 90 കിലോ. ഇതാണ് O. പ്ലസ് ഓർ മൈനസ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. ഇവിടെ എത്ര കൂടി എന്നാണ് പറയുന്നത്? 1 കിലോ കൂടി. ഇൻക്രീസ് ആണ് പ്ലസ്, ഡിക്രീസ് ആണ് മൈനസ്. 1 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനസ് വരും. അത്രയേ ഉള്ളൊരു വ്യത്യാസം. പ്ലസ് ഓർ മൈനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻക്രീസ് ആണെങ്കിൽ പ്ലസും, ഡിക്രീസ് ആണെങ്കിൽ ഇപ്പം ഡിക്രീസ്ഡ് ബൈ 1 kg ആണെങ്കിൽ ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കണ്ടേ. ഇൻറ്റു ഫൈനൽ മെമ്പർ ആദ്യം എത്ര ഉണ്ടായിരുന്നു? ഇവിടെ 11 ആൾക്കാരുണ്ടായിരുന്നു. കോച്ചിനെ കൂടെ ഉൾപ്പെടുത്തി എത്ര ആൾക്കാരുണ്ട്? 12 ആൾക്കാർ. സോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് എത്ര? ഓൾഡ് ആവറേജ്, പണ്ടത്തെ ആവറേജ് എത്ര? 90. നമുക്ക് കോച്ചിൻ്റെ വെയിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് എത്രയാണ്? ഇൻക്രീസ് എത്രയാണ് കൂടിയത്? 1 കൂടി. ഇൻറ്റു ഫൈനൽ മെമ്പർ എത്രയാണ്? 11 അല്ല ഫൈനൽ മെമ്പർ. 11 വെച്ചിട്ടുണ്ടെങ്കിൽ 11 വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 11 പ്ലെയേഴ്സിൻ്റെ മാത്രമേ, നമ്മൾ കോച്ചിനും കൂടെ കൂടണം. അപ്പോൾ 11 പ്ലെയേഴ്സും പ്ലസ് കോച്ചും. ഇപ്പോൾ ഇങ്ങനെ തന്നു വെച്ചിട്ടുണ്ട്. 11 പ്ലെയേഴ്സിന് പകരം 10 പ്ലെയേഴ്സും ഒരു കോച്ചും ആണെങ്കിൽ നമുക്ക് 11 കൂട്ടിയാൽ മതി. പക്ഷേ 11 പ്ലെയേഴ്സും കോച്ചും അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇൻറ്റു 12 ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഫൈനൽ മെമ്പേഴ്സ് അവസാനം എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പം 2 ആൾക്കാർ ഇപ്പോൾ പോയാലാണെങ്കിൽ 11 പ്ലേസിൽ 2 ആൾക്കാർ പോയിട്ട് കോച്ച് വരുന്നതാണെങ്കിൽ അപ്പോൾ എത്രയാവും? 9 + 1 10 ആവും. 2 ആൾക്കാർ പ്ലേയേഴ്സിൽ നിന്ന് പോയി, എന്തോ കാരണവശാൽ പോയി, എന്നാലും 90 വെയിറ്റ്. പ്ലസ് കോച്ചിൻ്റെ വെയിറ്റും കൂടെ ആഡ് ചെയ്തെന്ന് പറയുമ്പോൾ 11 2 കുറക്കും ആദ്യം. 9 + 1 10. പക്ഷേ ഇവിടെ 11 പ്ലേയേഴ്സ് ഉണ്ട് പ്ലസ് കോച്ചിൻ്റെ വെയിറ്റുമാണ്. അപ്പോൾ കോച്ചിൻ്റെ വെയിറ്റാണ് നമുക്ക് കാണേണ്ടത്. 90 പ്ലസ് കോച്ചിൻ്റെ വെയിറ്റ് എത്രയാണ്? 1 × 12 എത്രയാണ്? 1 × 12 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ആണ്. സോ കോച്ചിൻ്റെ വെയിറ്റ് വുഡ് ബി 102. 90 10 കൂട്ടിയാൽ 100, 100 + 2 102 കിലോ ആണ് കോച്ചിൻ്റെ വെയിറ്റ്. എത്ര സിമ്പിളായിട്ട് കിട്ടി. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും വലിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ടൈപ്പും കൂടെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ആവറേജ് വെയിറ്റ് ഓഫ് 10 staffs is 60 kg. The average weight increased by 2 kg when a new staff came in the place of an old staff. What is the weight of the new staff? ഒന്നും കൂടെ ഞാൻ പറയാം. 10 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഒരു സ്ഥാപനത്തിൽ 10 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരുടെ മൊത്തം വെയിറ്റ് 60 കിലോ ആയിരുന്നു. അപ്പം അവരുടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്തു. ആവറേജ് വെയിറ്റ് ഇൻക്രീസ്ഡ് ബൈ 2 kg. 2 kg ആയിട്ട് ഇൻക്രീസ് ചെയ്തു. പിന്നെ ന്യൂ സ്റ്റാഫ്, ഒരു പുതിയ സ്റ്റാഫ് വന്ന്, ഒരു പഴയ സ്റ്റാഫിന് പകരം ഒരു പുതിയ സ്റ്റാഫ് വന്നപ്പോൾ അവരുടെ 60 kg ഉള്ള വെയിറ്റ് എന്തായി? 2 കിലോ കൂടി. അതിൽ 2 കിലോ കൂടി. അപ്പോൾ വാട്ട് ഇസ് ദ വെയിറ്റ് ഓഫ് ദ ന്യൂ സ്റ്റാഫ്? പുതിയ ആളുടെ വെയിറ്റ് എത്രയാണ്? അപ്പോൾ 60 നിന്ന് 62 കിലോ ആയി ആവറേജ് വെയിറ്റ്. അപ്പം പുതിയ ആൾക്കാരുടെ വെയിറ്റ് എത്രയായിരിക്കും? നമ്മളിവിടെ പുതിയ ആൾക്കാരുടെ വെയിറ്റ് ആണ് ചോദിക്കുന്നത്, ഓൾഡ് അല്ല, പുതിയ ആളുടെ വെയിറ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? N = ഓൾഡ് പ്ലസ്
ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻറ്റു ഫൈനൽ മെമ്പർ. ഇതാണ് ഫോർമുല. അപ്പോൾ n ഈസ് ഈക്വൽ ടു O പ്ലസ് ഓർ മൈനസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻറ്റു ഫൈനൽ മെമ്പർ. അപ്പം n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. O എത്രയാണ്? പണ്ടത്തെ വെയിറ്റ് എത്രയാണ്? 60. പണ്ടത്തെ വെയിറ്റ് 60 ആണ്. പുതിയ സ്റ്റാഫ് വന്നപ്പോൾ 2 ആണ് കൂടിയത്, 2 ഇൻറ്റു ഫൈനൽ മെമ്പർ എത്രയാണ്? പുതിയ സ്റ്റാഫ് വന്നത് പഴയ സ്റ്റാഫിൻ്റെ വേക്കൻസിയിൽ. അപ്പോൾ സ്റ്റാഫിൻ്റെ എണ്ണം മാറുമോ? പുതിയ സ്റ്റാഫ് ഇപ്പോൾ വന്നു, പക്ഷേ പഴയ സ്റ്റാഫ് പോയി. അപ്പോൾ അവിടെ എണ്ണം തുല്യം തന്നെയായിരിക്കും. ഇപ്പോൾ ഒരാൾ പോയാൽ 9 സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നാൽ 10 സ്റ്റാഫ് തന്നെയല്ലേ ഉണ്ടാവുക. 10 ഓൾഡ് സ്റ്റാഫ് ഒരാൾ പോയപ്പോൾ 9 ആയി. അപ്പം ഓൾഡ് സ്റ്റാഫിൽ നിന്ന് പുതിയ ഒരാൾ വന്നു, ന്യൂ സ്റ്റാഫ് വന്നു. അപ്പം ഒരു മാറ്റം ഉണ്ടാവില്ലല്ലോ. ഒന്ന് പോയി, അതിന് പകരം ഒന്ന് വന്നു. അപ്പം 10 തന്നെ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 11 പ്ലെയേഴ്സും പ്ലസ് ഒരു കോച്ചും കൂടിയാണ്. അതുകൊണ്ടാണ് ഇവിടെ 12 ആയത്. ഇവിടെ ഒരു മാറ്റമില്ല. പഴയ സ്റ്റാഫ് പോയതിന് പകരമാണ് ആര് വന്നത്? പുതിയ സ്റ്റാഫ് വന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 60 അതേപോലെ എഴുതുക. പ്ലസ് 2 × 10 എത്രയാണ്? 20 ആണ്. അപ്പം പുതിയ ആളുടെ വെയിറ്റ് 80 കിലോഗ്രാമാണ്. അതുകൊണ്ടാണ് 60 നിന്ന് വെയിറ്റ് എത്രയായി? പെട്ടെന്ന് 62 കിലോ ആയി മാറിയത് ആവറേജ്. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ സ്ഥിരം SSCക്കും PSCക്കും പിന്നെ മറ്റ് എല്ലാ കോമ്പറ്റീവ് എക്സാമിനും ആയിക്കോട്ടെ, ബാങ്കിങ് ആയിക്കോട്ടെ, UPSC CSC ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള എക്സാമിനായിക്കോട്ടെ, IBPS ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, NTPC ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ചോദ്യ പേപ്പറിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ആൻസർ ചെയ്തത്? 1 മാർക്ക് ഷുവറായി. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ. ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ, പ്ലീസ് share it with your friends, and thank you.